ഭരണമാറ്റമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് പ്രിയങ്ക വാദ്ര. കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമം ആക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് അതാണെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. I think it was very obvious from all our meetings in Delhi and whichever people I was meeting that people wanted change. They were fed up of the way things were and they wanted change. I suppose they voted for change. My congratulations to all those who have won. And for the rest of us, it just means we have to work harder and we have to stay there, be on the ground and be responsive to the people's issues. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭിന്നിപ്പ് ഡൽഹിയിൽ തിരിച്ചടിയായെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ബി.ജെ.പിയെ ചെറുക്കാമായിരുന്നു. പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാകണമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അടിയന്തരമായി ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്യണം. ലീഗ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് നിർഭാഗ്യകരം തന്നെയാണ്. യാതൊരു തരത്തിലും ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പുകൊണ്ട്, അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി.ജെ.പിയെ അധികാരത്തിലെത്തുന്നത്. സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് ബി.ജെ.പിക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല. മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിലൂടെ മുതലെടുത്താണ് എല്ലായിടത്തും. അപ്പോൾ മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും. അത് ഇലക്ഷൻ ജയിക്കാൻ ബി.ജെ.പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ, പലതരത്തിലുണ്ട്. പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പറഞ്ഞില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഗുണമുണ്ടാവുമായിരുന്നു.